നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 9-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 25-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ശുഭവാരം, അതായത് വ്യാഴാഴ്ച, ശുഭനക്ഷത്രം അശ്വതി നക്ഷത്രം. അതുപോലെ ഇന്ന് തിഥി നോക്കുമ്പോൾ നവമിയാണ്. അപ്പോൾ നല്ല തിഥിയാണ്. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് വന്നിരിക്കുന്ന നല്ലൊരു ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം കൊള്ളാം. നക്ഷത്രം തന്നെ ആദ്യ നക്ഷത്രം അശ്വതിയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അനുകൂലപ്രദമായ ഒരു ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദം. പ്രധാനമായിട്ട് വ്യാഴത്തിൻ്റെ പ്രത്യേകത, വ്യാഴം ധനകാരകനാണ്. വ്യാഴം അപ്പോൾ ധനപരമായ കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇറങ്ങാൻ, അത് പൈസ നമ്മളിലേക്ക് വരാനുള്ള പുതിയ മാർഗങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം, അത് വിജയത്തിലേക്ക് വരും. പ്രയത്നിക്കണം. ഇന്നത്തെ ദിവസം വേസ്റ്റ് ചെയ്ത് കളയരുത്. മിഥുന മാസത്തിലെ അശ്വതി നക്ഷത്രം വന്നിട്ടുള്ള ആൾക്കാർക്ക് ഏഴര ശനിയുണ്ട്. എന്തൊക്കെ കഷ്ടകാലങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വ്യാഴാഴ്ചയും അശ്വതി നക്ഷത്രമായി വന്നിരിക്കുന്ന ഈ ദിവസം നിങ്ങൾക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഭാഗ്യത്തെ തരുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ ഓരോ കാര്യങ്ങളെ ഇറങ്ങി ഈ ഒരു വർഷത്തെ വിനിയോഗിച്ചുകൊള്ളുക. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. മറ്റ് ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഷെയർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നവർ, നിങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരും. സാമ്പത്തിക നേട്ടത്തിനിടവരും. ഇതെല്ലാം അനുകൂലമായി വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാവട്ടെ, ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്നവരാവട്ടെ, അതുപോലെ ജോലിയിൽ പ്രൊമോഷൻ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവരാവട്ടെ, നിങ്ങൾക്കിതാ അനുകൂലപ്രദമായ അന്തരീക്ഷം തെളിയും. അപ്പോൾ നമുക്ക് അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ ഓരോ കാര്യത്തിന് തടസ്സം മാറ്റിവെക്കാതെ, നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ പ്രവർത്തിക്കുക. അതുപോലെ നല്ല ദിവസമാണ് എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം നോക്കാറുള്ളൂ. രാഹുകാലം പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ്. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 2 മണി 3 മിനിറ്റിനേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 3 മണി 36 മിനിറ്റ് വരെ രാഹുകാല സമയം. അപ്പോൾ രാഹുകാലം കലണ്ടറിൽ കണ്ടുകൊണ്ട് രാഹുകാലം വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. യാത്ര, ശുഭയാത്രയ്ക്ക്, ദൂരയാത്രകൾ, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക. ഇതൊക്കെ രാഹുകാലം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും. യാത്രയ്ക്ക് മാത്രം അത് നോക്കിയാൽ മതി. മറ്റു കാര്യങ്ങൾക്ക് രാഹുകാലം ബാധകമല്ലെന്നാണ്. എന്നാൽ രാഹുകാല സമയത്ത് ഒരു മുഹൂർത്തമൊക്കെ കുറിച്ചു കൊടുത്ത ആളുകൾ ഇങ്ങോട്ട് ചോദ്യം ചെയ്യും, ഇങ്ങനെ നിങ്ങൾ രാഹുകാല സമയം കുറിച്ചു. രാഹുകാലത്തിന് ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അല്ലാതെ ബാധകമായ 2 സമയങ്ങളുണ്ട്. ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും. ഗുളികൻ ഉദിച്ചു നിൽക്കുന്ന സമയം, യമകണ്ഠൻ ഉദിച്ചു നിൽക്കുന്ന സമയം. ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവ് ഫലം വരും. ഗുളികൻ നോക്കുന്ന സമയം ഗുളികൻ നിന്ന ഭാവം അനർത്ഥമായി ഭവിക്കും, അർത്ഥമല്ലാതെ സംഭവിക്കും. അതുകൊണ്ട് ഈ സമയത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 9:21 തൊട്ട് 10:56 വരെയും, യമകണ്ഠ കാല സമയം നിൽക്കുന്ന സമയമായ 6:13 തൊട്ട് 7:47 വരെയും.
ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഏറ്റവും ശോഭനമായ സമയം എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. 48 മിനിറ്റ് നേരം അടങ്ങുന്നതാണ് അഭിജിത്ത് മുഹൂർത്തം. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് നേരമുണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം, ആ മുഹൂർത്തം ഉദിച്ചു നിൽക്കുന്ന സമയം ശരിക്ക് 12 മണി 6 മിനിറ്റ് തൊട്ട് 12:54 വരെ. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. ഈ സമയം എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ഗോൾഡൻ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ കടാക്ഷം, ആ പ്രകാശം നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. ഇന്നത്തെ ദിവസം പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.